ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ദിവസത്തെ ലീവിന് ശേഷം വീണ്ടും ഞാൻ വണ്ടിയിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പയ്യന്നൂർ വണ്ടിയിലാണ് ഡ്യൂട്ടി, പക്ഷേ ഇപ്പോൾ കോഴിക്കോട് വണ്ടിയിലേക്കാണ് മാറി. അങ്ങനെ കോഴിക്കോട് വണ്ടി ആയതുകൊണ്ട് നേരെ കോഴിക്കോടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി KSRTC ബസ് കയറി നേരെ ഞാൻ വിട്ടു. അങ്ങനെ നടക്കാമെന്ന് വണ്ടീൻ്റെ അടുത്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കതാ എൻ്റെ മുമ്പിൽ ചായക്കട. അങ്ങനെ ചായയും കുടിച്ച് പിന്നെ അവിടെ നിന്ന് പൈസയും കൊടുത്ത് ഞാൻ നേരെ പാർക്കിംഗ് യാർഡിലേക്ക് പോയി. അങ്ങനെ പാർക്കിംഗ് യാർഡിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് റോഡ് മുറിച്ചെടുക്കാൻ വിചാരിച്ചപ്പോൾ ഒന്നും നടക്കുന്നില്ല, അത്രയ്ക്കും വണ്ടിയാണ്. അങ്ങനെ കുറേ നേരം കാത്ത് നിന്ന് അവസാനം ഞാൻ അവിടെ നിന്ന് ക്രോസ് ആക്കി. അതാ കിടക്കുന്നത് എൻ്റെ വണ്ടി അങ്ങ് മുകളിൽ. അങ്ങനെ ഞാൻ വണ്ടീൻ്റെ അടുത്തെത്തി, വണ്ടി അതിൻ്റെ കറുത്ത് കയറി. അപ്പോൾ ഈ വണ്ടിയിലാണ് എനിക്ക് ഡ്യൂട്ടി. ഇതാണ് കോഴിക്കോട് ബാംഗ്ലൂർ ഓടുന്ന ഏറ്റവും പുതിയ വണ്ടി, DK ട്രാവൽസിൻ്റെ ഭാരത് ബെൻസിൻ്റെ വണ്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ പാളയത്തേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ പാളയത്തു നിന്ന് കസ്റ്റമറൊക്കെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വടകരയ്ക്ക് പോവുകയാണ്. ഇനി വടകരയിൽ നിന്ന് കസ്റ്റമറെ പിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വടകരയ്ക്ക് വിട്ടു. എൻ്റെ ഡ്രൈവർ പവിയേട്ടനാണ്. DK ട്രാവൽസിൽ കുറേ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറും കൂടിയാണ് പവിയേട്ടൻ. അങ്ങനെ വടകര എത്തിയിട്ടില്ല, അതിനുമ്പോൾ തുടങ്ങി ബ്ലോക്കും. റോഡിൻ്റെ അവസ്ഥ വന്നാൽ അത്രയ്ക്ക് ദയനീയ അവസ്ഥമാണ്. കുഴി ഏതാണെന്നും കുളം ഏതാണെന്നും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് സാഹസികമായി മറികടന്ന് അങ്ങനെ ഞങ്ങൾ തലശ്ശേരി എത്തി. തലശ്ശേരിയിൽ നിന്ന് കസ്റ്റമറെ പിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് കസ്റ്റമറേയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടു. അടുത്ത ലക്ഷ്യം ഞങ്ങൾ കൂട്ടുപുഴ. അങ്ങനെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അവിടുത്തെ കുഴികൾ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടിയൊന്നും പോകില്ല, കുഴിയാണ് അതിനകത്ത്. പിന്നെ അവിടുന്ന് ചുരം കയറിയപ്പോഴത്തേക്ക് അടുത്ത മഴയും തുടങ്ങി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ബ്രേക്കിനായി വണ്ടി നിർത്തി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്ന് വണ്ടി അവിടെ നിന്ന് വീണ്ടും എടുത്തു. അങ്ങനെ വീണ്ടും വണ്ടി എടുത്തിട്ട് ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ നേരം വിളിക്കുന്ന മുമ്പേ ബാംഗ്ലൂർ പിടിക്കണ്ടേ, അതുകൊണ്ട് അടിച്ച് വിണ്ണിച്ച് കാഴ്ചയാണ് പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. പിന്നെ പറയണ്ടല്ലോ, വണ്ടി പിന്നെ അങ്ങോട്ട് പറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പറന്ന് കളാസിപ്പാളയം ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വൈറ്റ്ഫീൽഡിലെത്തി. വൈറ്റ്ഫീൽഡിൽ നിന്ന് കസ്റ്റമർ എടുക്കേണ്ടത് ഇറക്കി. അങ്ങനെ ഞങ്ങൾ കളാസിപ്പാളയത്തേക്ക് എത്തി. കളാസിപ്പാളയത്തു നിന്ന് കസ്റ്റമറെ ഇറക്കി. പിന്നെ അവിടെ നിന്ന് നേരെ ഇലക്ട്രോണിക് സിറ്റിയാണ് ഞങ്ങൾ പാർക്കിംഗ് യാർഡ്. അങ്ങനെ ഇലക്ട്രോണിക് സിറ്റി ലക്ഷ്യമാക്കി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് എണ്ണ അടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ പമ്പിൽ കയറ്റി ഡീസലടിച്ച് അങ്ങനെ ഡീസൽ ടാങ്കും ഫില്ലാക്കി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങൾ പാർക്കിംഗ് യാർഡിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയെടുത്തു. അങ്ങനെ ഞങ്ങൾ പമ്പിൽ നിന്ന് വണ്ടിയെടുത്ത് അടുത്തത് പാർക്കിംഗ് യാർഡിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയത് ആ പാർക്കിംഗ് യാർഡിലേക്ക് എത്തി. നൈറ്റ് സർവീൻ്റെ കൊമ്പന്മാരായ കൽപ്പയും ഗോൾഡനും നടുക്കാണ് ഞങ്ങളെ വണ്ടീൻ്റെ പാർക്കിംഗ് യാർഡ്. അങ്ങനെ ഞങ്ങളവിടെ പാർക്ക് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ പാർക്കിംഗ് യാർഡ് ഇലക്ട്രോണിക് സിറ്റി. പിന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.